അല്ല ഞാൻ ചോദിച്ചോണ്ട് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക്? ഞാൻ ചോദിച്ചത് നീ പറഞ്ഞില്ലേ? അലിൻ ജോസ് പെരേരയുടെയും രേണു സുധിയുടെയും ഒരു വീഡിയോ കാണാനിടയിട്ടുണ്ടായിരുന്നു. ലിപ് ലോക്കിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ തമ്മിൽ ഭയങ്കര ഇടിയും പ്രശ്നവും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഇതിവര് പ്രാങ്ക് ചെയ്യുന്നതാണോ ഇനി ഇത് ശരിക്കും നടന്നതാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അത് പലരും ചിരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്ത് ലാസ്റ്റ് സ്ക്രിപ്റ്റഡ് എന്നും പറഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനി വൈറലാകാൻ വേണ്ടിയിട്ട് ഇനി ഇവര് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തതാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ സീനകത്ത് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും ഇടിയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് മൊത്തം ഇത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ വീഡിയോ കാണുന്നത് ഭയങ്കര വൈറലാണ്. എല്ലാരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ. ഇതിപ്പോ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ലോക്ക് സീനിനെ കുറിച്ച് ഭയങ്കര വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഇതേപോലുള്ള അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് എന്തായാലും വരാൻ പറ്റത്തുള്ളൂ എനിക്ക്. അപ്പൊ നമുക്ക് എന്തായാലും കാര്യങ്ങൾ കണ്ടു നോക്കാം. അല്ല ഞാൻ ചോദിച്ചോണ്ട് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക്? ഞാൻ ചോദിച്ചത് നീ പറഞ്ഞില്ലേ? സംഭവം ഇവരുടെ സ്ക്രിപ്റ്റിനകത്ത് ഈ ലിപ് ലോക്കിന്റെ സീനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് അലിൻ ജോസ് പെരേരയായിട്ട് എന്തോ ആൽബം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് രേണു സുധീന കൈമാറി പൊക്കിയെടുത്ത് കറക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പടമൊന്നും ആയിരിക്കത്തില്ല, ചെറിയൊരു ഷോർട്ട് ഫിലിമോ വല്ല റീൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിരിക്കാം. ഇനി പറയാൻ പറ്റത്തില്ല. ഇനി ഈ അലിൻ ജോസ് പെരേര ഇനി വല്ല ഉമ്മ വെക്കാൻ ശ്രമിച്ചോന്നോ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഈ സീൻ ഉണ്ടോന്നോ എന്ന് പറഞ്ഞൂടെ. ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും ആ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം. വാ. വീഡിയോ എടുക്കില്ല കാര്യം രേണു സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അല്പം വിലയുള്ള ആർട്ടിസ്റ്റ് തന്നെയാണെന്ന്. രേണു സുധി എന്ന് പറയുന്ന ആള് എന്നാണ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയത്? രേണു സുധി മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചതിന് ശേഷമല്ലേ ഈ ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊന്നും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലാണ്ട് ഇങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ടോ വന്നിട്ടില്ലായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു രംഗത്തോട്ട് ഇറങ്ങി വന്നത്. അല്ലാണ്ട് ജനിച്ചപ്പോ തന്നെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിട്ടല്ലായിരുന്നു വന്നത്. എനിക്ക് അന്നും ഇന്നും രേണു സുധീനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വെച്ചിട്ട് ഈ സംവിധായകന്മാരൊക്കെ മുതലെടുക്കുകയാണ്. എല്ലാ സംവിധായകന്മാരെ കുറിച്ചിട്ടും അല്ല ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെച്ച് ഇപ്പൊ കുറെ റീൽസും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്യുന്നവര് ഇവരെ വെച്ച് മാക്സിമം എങ്ങനെയൊക്കെ മുതലെടുക്കാവോ അങ്ങനെയൊക്കെ മുതലെടുക്കും. കണ്ടില്ലേ, ലിപ് ലോക്ക് സീൻ വരെ ആക്കി കഴിഞ്ഞ്. എന്തൊക്കെ പറയാനാണോ നോക്കിക്കോണേ. ഈ റീച്ചും ഈ കാര്യങ്ങളൊന്നും എന്നും നമ്മുടെ ലൈഫിൽ നിലനിൽക്കത്തില്ല. പലരുടെയും വീഡിയോസും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുമ്പൊക്കെ ഭയങ്കര റീച്ചും ഭയങ്കര വൈറലായിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ. അപ്പൊ ഞാൻ കൂടുതലൊന്നും വലിച്ചു നിന്നിരുന്നില്ല. ഇതിന്റെ കുറച്ച് രംഗങ്ങൾ ഞാൻ കാണിച്ചില്ല. അപ്പൊ ബാക്കി കൂടെ കാണാം. വാ. നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിൽ പറയാത്ത കാര്യം നമുക്ക് പറ്റില്ല. ഒരു വള്ളയിട്ടില്ലേ, ഒരു വള്ളയിലുണ്ടായിരുന്നോ? ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് അഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതില്ല. സത്യം പറഞ്ഞു ഈ രേണു സുധീന്റെ ഫ്യൂച്ചറിലോട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റം പറയുമില്ല. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണിക്കുമ്പോൾ എന്തോ ഒരു ആൾക്കാർ ഇതൊക്കെ കാണുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകിച്ച് ആ 2 മകള്, 2 ആൺമക്കളുണ്ട്. അതിനകത്ത് സുധിച്ചേട്ടന്റെ ഇപ്പം മകനായാലും ഇപ്പം അവരുടെ മകൻ തന്നെയാണ്. പക്ഷെ ആ മകൻ വളർന്നു വരുന്നതായാലും എന്തൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് വളർന്നു വരണം അവര്. ആ മൂത്ത പയ്യൻ ലൈവിൽ ഇടക്ക് വരാറുണ്ട്. ആ ലൈവിൽ വരാൻ നേരത്ത്
പലരും കംപ്ലീറ്റ് ആൾക്കാരും ചോദിക്കുന്നത് രേണു സുധീനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാൻ നേരത്ത് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി ഇതിപ്പോ റിയൽ ആയിട്ട് നടന്ന കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് ഇടാണ്ട് അവിടെ തന്നെ സംസാരിച്ച് തീർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ ഈ കാര്യം. അപ്പൊ നാളത്തെ ആ മക്കളുടെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലിപ് ലോക്ക് കിട്ടിയില്ല, ഈ ലിപ് ലോക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തമ്മിലടിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ഞാനിതിന് ഒരു അഭിപ്രായം പറയുന്നില്ല. ഞാനിനി പറഞ്ഞിട്ട് വേണ്ട, ഇതിനെതിരെ എനിക്കെതിരെ കുറെ കമന്റുകളായിട്ട് ഇനി കുറെ ആൾക്കാർ വരും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇതിനെതിരെ. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണെന്ന് തോന്നുന്നു. രേണു സുധി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഉമ്മയോടെ താല്പര്യമില്ല, പിന്നെ എങ്ങനെ ലിപ് ലോക്ക്? അല്ല, അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാല് ചേച്ചി ചെയ്യും? ഇല്ല, ലിപ് ലോക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഉമ്മ, അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനില് നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ, ഒരു പാട്ടിനകത്ത്, അത് ഏത് പാട്ടാണ്? തീവണ്ടിയിലുണ്ട് ലിപ് ലോക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മിൽ മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് അതൊന്നും നമ്മൾ ചെയ്യില്ല. ഇതിനെ കുറിച്ചാണെന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഈ ലിപ് ലോക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അടുത്തിരിക്കുന്ന വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അലിൻ ജോസ് പെരേര. ഇതുപോലൊരു ദുരന്തം ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനൊരു മാനസിക എന്തോ രോഗമുള്ളത് പോലെയല്ലേ തോന്നുന്നത്. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ചെറുക്കന്. ഇയാള് മാത്രമല്ല കേട്ടാ, വേറൊരാളും കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയ അരണം നിങ്ങൾക്ക് അറിയാലോ, ആറാട്ടണ്ണൻ. അയാളും ഇതേപോലെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഈ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇവരുടെ ഹോട്ട് സീറ്റിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ലായിരുന്നു. ഇതിപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റേ ശാരിക എന്ന് പറയുന്ന ചേച്ചി വീഡിയോയിലൊക്കെ വന്നിട്ട് പറഞ്ഞത് ഇത് രേണുയുടെ സമ്മതത്തോടെ തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. ഹോട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്നും ഈ ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ, പേടിയോടെയൊന്നും എനിക്ക് ചോദിക്കാനോ അഭിനയിക്കാനോ പറ്റത്തില്ല, ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, അതേ സമ്മതമൊക്കെ മൂളിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷെ ഞാനത് അറിഞ്ഞില്ല, ഞാനതെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഈ രേണു സുധിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരുന്നു, എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ള അതിനുള്ള ശക്തമായിട്ടുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെല്ലാവരും ശാരിക എന്ന് പറയുന്ന അവർക്കെതിരെ നമ്മൾ കുറെ റിയാക്ഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ രണ്ടുപേരും അതിന് ഉത്തരവാദിയാണ്. രണ്ടുപേരെയും നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടുപേരെയും പറയണം, ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു സ്ക്രിപ്റ്റ് എഴുതി നടത്തിയ ഒരു ഹോട്ട് സീറ്റ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുകയും ശാരിക എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തി നമ്മൾ കുറ്റം പറയുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ആ പല വീഡിയോയും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ ശാരിക എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ നമ്മൾ എടുത്ത് റിയാക്ട് ചെയ്യുകയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ സത്യാവസ്ഥ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ആ റിയാക്ഷൻ എടുത്ത് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെ ആലോചിക്കുന്നു അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തതിൽ സോറി പറയും. അവരുടെ രണ്ടാമത്തൊരു അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ടാമതൊരു ഹോട്ട് സീറ്റും പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. രേണു ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ഹോട്ട് സീറ്റിൽ എന്റെ ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നീതി പുലർത്തി, നിങ്ങൾ അത് ഓക്കെ ആയിരുന്നു, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണോ ആ ഹോട്ട് സീറ്റിൽ ഇരുന്നിരുന്നത്? തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേണു സുധി പറഞ്ഞിരിക്കും. ആ ഷോയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, 100% കംഫർട്ടബിൾ ആയിരുന്നു ഇല്ലയോ? ഇപ്പോൾ നിങ്ങൾ ഈ ലോകത്തോട് വെല്ലുവിളിക്കുന്നു, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ 100% കംഫർട്ടബിൾ ആയിരുന്നു? എനിക്ക് ഇനിയിപ്പം ഇതിനപ്പുറം ഇനി ചോദിച്ചാലും രേണു എന്നും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉത്തരം പറയുന്നത്. അതാണ് രേണുവിന്റെ ഒരു പ്രത്യേകത. ആ ഷോ നിങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ? എനിക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കേട്ടല്ലോ, എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് രേണു സുധി പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അവരാണ് ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയേണ്ടത്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നൊക്കെ ഒരു കാര്യമില്ലാണ്ടാണ് നമ്മൾ ആങ്കറെ പോയിട്ട് വെറുതെ തെറി വിളിച്ചത്. ഇവര് വലിയ നല്ല ആളാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം നമ്മൾ രണ്ടുപേരെയും ഒരുപോലെ പറയണമായിരുന്നു. ഇവർക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. രേണു സുധിയുടെ അറിവോട് കൂടി ചെയ്ത ഒരു കാര്യത്തിന് എല്ലാവരും പോയിട്ട് ഈ പറയുന്ന ഒരു ചാനലിനെയും ആ ആങ്കറേയും കൂടിയായിരുന്നു എല്ലാവരും പോയി തെറി വിളിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരാവശ്യമില്ലായിരുന്നു ആ വീഡിയോ ചെയ്യേണ്ട. ഞാൻ ഇപ്പൊ രേണുയുടെ വായിന്ന് തന്നെ ആ ഒരു കാര്യം വന്നപ്പോ എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പം മനസ്സിലായല്ലോ നമ്മളെ കാര്യമായിപ്പോ. ആ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങളിലും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം.
ജനങ്ങൾ എന്തായാലും കേട്ടു തന്നെയാണ് എന്റെ വിശ്വാസം. രേണുസുതി ആ ഹോട്ട് സീറ്റിൽ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളത്. ഞാൻ ഏത് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ് ഉത്തരം പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല. അതായത് ഇതിപ്പോ ഈ ഹോട്ട് സീറ്റ് അല്ല, ശാരിക അല്ല, ഏത് ആങ്കർ ആണെങ്കിലും എനിക്ക് കംഫർട്ട് അല്ല. ഏത് ആങ്കറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങളിപ്പോ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്ന ഒരേ ഒരു ഷോ ഈ ഹോട്ട് സീറ്റും ഈ ആങ്കറുമാണ്. അതിലൊരു സംശയമില്ലല്ലോ. പോസിറ്റിവിറ്റി തന്ന ഷോ നെഗറ്റീവ് എടുത്ത് കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു. അതാണ് പോസിറ്റീവ് തന്ന ഷോ. ഇതൊക്കെ കാണുമ്പം ഒന്നും അറിയാത്ത പാവങ്ങളെ പറ്റിക്കാൻ പറ്റും. ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുക. ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇവര് പറ്റിച്ചോണ്ടിരിക്കുവല്ലേ. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ആ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ വന്നിരുന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഈ രേണുവിന് പേയ്മെന്റ് ഉണ്ട്. ഈ പേയ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഒന്നും വന്നിരിക്കത്തില്ലല്ലോ. ഈ പേയ്മെന്റ് ഉണ്ട്. ആരെ വിളിച്ചാലും പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ് മേടിച്ചിട്ട് ആ ഇന്റർവ്യൂല് ഇരിക്കാൻ നേരത്ത് നമ്മൾ അതിനുള്ള കണ്ടന്റും കൊടുക്കുകയും വേണം. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരാണ് ഇത് കണ്ടിട്ട് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ കേട്ടിട്ട് വരാം. നിങ്ങൾ ഇതിനു മുമ്പ് കുറെ ഷോ ചെയ്തിട്ടുണ്ട്, കുറെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു, കുറെ റീൽസ് ചെയ്യുന്നു. ഇതിലൊക്കെ നിങ്ങൾ നെഗറ്റീവിന്റെ രാജകുമാരിയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾ പോസിറ്റീവിന്റെ രാജകുമാരിയായത്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ അഭിനയം ആൾക്കാരെ പ്രശംസിക്കുന്നു, പുകഴ്ത്തുന്നു. ഇതേ അഭിനയം കൊള്ളായ്മ പറഞ്ഞിട്ടാണ്. അതായത് നിങ്ങൾ ഇനിയും അഭിനയിച്ചത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അഭിനയം മോശമാണ്, നിങ്ങളുടെ മുഖം ഇങ്ങനെ. ഇപ്പൊ രേണുസുതി ഒക്കെ ഭയങ്കര സുന്ദരിയാവുന്നു, രേണുസുതി ഇപ്പൊ ഭയങ്കര ആർട്ടിസ്റ്റ് ആണ്, രേണുസുതി അഭിനയം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ ഈ ഷോ കൊണ്ടുണ്ടായ ലാഭങ്ങളല്ലേ? അതിപ്പം ഈ ശാരി പറഞ്ഞ പോലെ രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന പ്രേക്ഷകർ എന്ന് പറഞ്ഞില്ല. അതായത് നെഗറ്റീവ് പറയുന്നത് തന്നെയാണ് പോസിറ്റീവ് പറയുന്നത്, പോസിറ്റീവ് പറയുന്നത് തന്നെയാണ് നെഗറ്റീവ് വീണ്ടും പറയുന്നത്. സോ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്തായാലും ഈ ഒരു ഷോയിലൂടെ തന്നെയാണ് ആ ഒരു പോസിറ്റീവ് വന്നതെന്ന് തന്നെ ഞാൻ പറഞ്ഞ സത്യമാണ്. ഈ ഒരു ഷോയിൽ കൂടെയാണ് എനിക്ക് പോസിറ്റീവ് ഉണ്ടായതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഉള്ളിൽ നല്ലതുപോലെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന്. എന്ത് പറയാനാ? നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് വരാമ. താങ്കളെ നമ്മുടെ ഒരു നല്ല കാലത്തിലോ കഷ്ടകാലത്തിലോ താങ്കളെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖത്തിൽ ഞാൻ ഹോസ്റ്റായിട്ട് വന്നിരുന്നു പോകുന്ന ഒരു പാപമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് താങ്കൾ അംഗീകരിക്കും? അത് താങ്കളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. എനിക്ക് അതിനകത്ത് അതേ പറയാനുള്ളൂ. ഇപ്പോ ഈ 3 റീൽസ് ഹിറ്റ് ആയത് നല്ല അഭിപ്രായങ്ങൾ താഴെ വന്നു. നല്ല അഭിപ്രായം മില്യൻസ് അടിച്ചു പോയി. അതിൽ നല്ലത് പറഞ്ഞാണ് മില്യൻസ് അടിച്ചു പോയി, ചീത്ത പറഞ്ഞില്ല. താങ്കളുടെ ഷോയ്ക്ക് എല്ലാത്തിനും റേറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം എല്ലാ ചാനലും കയറുന്നു നേരത്തെ. അതായത് ഈ ഹോട്ട് സീറ്റിന് താങ്കളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഹോട്ട് സീറ്റിന് മുമ്പും പിമ്പും എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റിയിലേക്ക് വന്നത് ഈ ഹോട്ട് സീറ്റ് കഴിഞ്ഞിട്ടാണ്. ഹോട്ട് സീറ്റിന് ശേഷം ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നു പറയുന്നത് സത്യമാണോ? ഉദ്ഘാടനങ്ങളല്ല, കുറെ പ്രോഗ്രാംസിന് കിട്ടിയിട്ടുണ്ട്. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം രേണുസുതിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനൊന്നും ഒരു ഉത്തരം പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ട് വന്നിട്ട് ഇപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ വിശ്വസിക്കുന്ന കുറച്ചുകൂട്ടം ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവരെ സ്വന്തം കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരെ ഉൾപ്പെടെ ലിറ്ററലി ഇവർ പറ്റിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സോ രേണുസുതിനോടാ പറയാനുള്ളത്, ഇമാതിരി പരിപാടികളൊന്നുമായിട്ട് വരാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഷോയും പരിപാടികളും കാര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇമാതിരി പരിപാടികളിലൊക്കെ വന്നിരിക്കുന്നത്? ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരെ. വെറുതെ നെഗറ്റീവും കമന്റുകളൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് വെറുതെ എന്തിനാ ലൈഫ് കളയുന്നത്? ഇനി നിങ്ങൾ താഴത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നിങ്ങളെ മൈൻഡ് ചെയ്യത്തുമില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. ഇത് വെച്ച് റിയാക്ട് ചെയ്ത് ആരും വീഡിയോയും ചെയ്യത്തില്ല. എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.